ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് അവസാനമായിട്ട് കണ്ടത് നമ്മുടെ ഗജാനന്ദൻ ആ ഒരു കഞ്ചാവ് നമ്മുടെ സച്ചിയുടെ വണ്ടിയിലേക്ക് വെക്കാനുള്ള എല്ലാ പ്ലാനുകളും കൂട്ടുകാരുമായിട്ട് തയ്യാറാക്കി ഏതായാലും കഞ്ചാവ് കൂട്ടുകാരുടെ കൈ കൊടുക്കുന്ന ആ ഒരു സീനാണ് ലാസ്റ്റായിട്ട് കണ്ടത്. അങ്ങനെ ആ ഒരു പെട്ടിക്കകത്ത് കുറേ ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ വെച്ച് അതിനുള്ളിൽ കഞ്ചാവും കൂടെ വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഗജാനന്ദൻ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ കൂടെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾ കൂടെ പോകാതിരിക്കുവാണെങ്കിൽ ഇവരെ ആരും പിടിക്കുകയോ ഇല്ല, ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം കൂട്ടാളികൾ പറഞ്ഞു, ഓക്കെ ശരി അണ്ണാ, ശരി അണ്ണാ എന്നല്ല, ശരി ബോസേ, ഓക്കെ ഞങ്ങൾ എല്ലാ കാര്യവും ഏറ്റു, ഈ പ്രാവശ്യം അവൻ കുടുങ്ങിന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കാൻ വേണ്ടി ആയിരുന്നു, ഏതായാലും ഞങ്ങൾ വരുന്നില്ല, ഈ സാധനം ഒന്ന് എത്തിച്ചേക്കണം, ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേക്കണം, ലൊക്കേഷൻ ഫോണിലേക്ക് ഇട്ടേക്കാം, ഏതായാലും ഇതൊന്ന് എത്തിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ ഞാൻ തന്നെ പോണോ? ആ തന്നെ പൊക്കോ, എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് തന്നാൽ മതിയല്ലോ, തന്നെ പൊക്കോ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഓക്കെ സാരമില്ല, അല്ല ഇതിനകത്ത് എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഇതിനകത്ത് കുറച്ച് അവർക്ക് വേണ്ട ബേക്കറി സാധനങ്ങളും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, ഇത് ഞാൻ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ഓക്കെ സാർ ശരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ് എന്നാണല്ലോ പേര്, മഹേഷ് കയറി. ഏതായാലും വണ്ടി കയറി, എന്താ പറയുക, എങ്ങനെയാണ് ചതി വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ വണ്ടി കയറി പോയി, വണ്ടി കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഏകദേശം നേരമൊക്കെ ഇരുട്ടിയില്ലോ. അപ്പോൾ നേരമൊക്കെ ഇരുട്ടിയോണ്ട് തന്നെ ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല, അച്ഛമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, അച്ഛമ്മ ഇവിടെ തിരക്കി വരുന്നു കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ, എടാ അതിന് നിന്നോട് ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞോ, നീ നേരത്തെ കാലത്ത് ചെന്ന് ജാതി മുഹൂർത്തം അത് അടിപൊളിയാക്കാൻ നോക്ക്, നീ സത്യം പറഞ്ഞ വെറും ഒരു പൊട്ടനായി പോയല്ലോ, എല്ലാവരും വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിവസമാണ് ശാന്തി മുഹൂർത്തമായിട്ട് എടുക്കുന്നത്, ഇതിപ്പം എന്തുവാടാ നീ ഇങ്ങനെയായി പോയതെന്ന് ചോദിച്ചപ്പം, അതെ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഘടകങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള എൻ്റെ തലയിൽ ഒരിക്കലും ഇപ്പം വിവാഹം സെറ്റാവില്ല, പക്ഷേ പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ അതൊക്കെ സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളെ തലയിൽ ചുമക്കുക തന്നെ, അല്ലാതെ വേറൊരു ഇതുമില്ല, പക്ഷേ ശാന്തി മുഹൂർത്തം അതെങ്ങനെയും കുളവായി പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഓ ഇവനോട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുക, ഞങ്ങൾക്കൊരു പെണ്ണ് കെട്ടാൻ പറ്റുന്നില്ല, നമ്മൾ ഈ 90കളിലുള്ളവർക്ക് ഇപ്പോൾ പെണ്ണ് കിട്ടാനേ ഭയങ്കര പാടാ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്. ഏതായാലും സച്ചി, നിനക്ക് ഇത്രയ്ക്കൊരു ഭാഗ്യം വന്നിട്ടും അതും ഒരു മിടുക്കി പെങ്കൊച്ചിനെ കിട്ടിയിട്ടും എടാ നീ ഒന്ന് തൊട്ട് പോലും നോക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് വെറും ബോറായിപ്പോയിടാ, അത് വെറും മോശമായിപ്പോയി, സത്യം പറഞ്ഞാൽ നീ ഒരു കഴിവുകെട്ടവനായി പോയി എന്ന് പറഞ്ഞപ്പം, അതിലേ എനിക്ക് കഴിവ് കുറച്ച് കുറഞ്ഞിരുന്നോട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഏതായാലും ഇനിയിപ്പോൾ ശാന്തി മുഹൂർത്തമെങ്കിൽ ശാന്തി മുഹൂർത്തം പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, എടാ നീ ഒന്ന് എന്നെ വീട് വരെ കൊണ്ടാക്കാൻ പറഞ്ഞൊരു കൂട്ടുകാരനോട്. അപ്പം പറഞ്ഞു, നീ കയറിക്കോ, നേരത്തെ നീ വീട്ടിൽ പോകേണ്ടതല്ലേ, ഇതിപ്പോൾ സമയം ഇത്ര ആയില്ലേ, ഏതായാലും നിൻ്റെ അച്ഛമ്മയുടെ വായിലിരിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വീട് വരെ ഒന്നും കൊണ്ടാക്കില്ല, വഴി വരെ വേണമെങ്കിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, നീ എവിടം വരെയെങ്കിലും ഒന്ന് കൊണ്ടാക്കാം, അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി കുളിച്ചൊരുങ്ങി മുല്ലപ്പൂ ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേക്കാണ് അമ്മയുടെ കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ അമ്മേനെയൊക്കെ ഒന്ന് വിളിച്ച് പറയാം, ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യം ഒന്ന് വിളിച്ച് പറയാം, അവർക്കും സന്തോഷമാവുമല്ലോ. അങ്ങനെ നമ്മുടെ രേവതി വിളിക്കുകയാണ് ലക്ഷ്മീനെ. ലക്ഷ്മി ഫോൺ എടുത്തിട്ട്, എന്താ മോളെ ഈ സമയത്ത് വിളിച്ചത്, പതിവില്ലാതൊരു വിളി എന്താണെന്ന് ചോദിച്ചപ്പോൾ, അതമ്മേ അതിപ്പം ഞാൻ എന്താ പറയുക, ഞാനിപ്പം വിളിച്ചൊരു പ്രത്യേക കാര്യം പറയാനായിരുന്നു. എന്ത് കാര്യമാണ് മോളെ പറയാനുള്ളത്, എന്തെങ്കിലും പ്രശ്നം? ഹേയ് പ്രശ്നമൊന്നുമില്ല, അതെ ഇവിടെ ഇന്ന് ഒരു ആഘോഷം നടക്കുക. ആഘോഷമോ? എന്താഘോഷം? അത് പിന്നെ ഈ മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചിട്ട് വിവാഹം കഴിഞ്ഞവർക്ക് ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ആ ഒരു മുഹൂർത്തത്തിലെ എല്ലാം പാടുള്ളല്ലോ. എന്താ നീ പറയുന്നതെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിയുടെ അനിയത്തി ഇതെല്ലാം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രേവതിയുടെ അനിയത്തിക്ക് കാര്യം പിടിയിട്ട് രേവതിയുടെ അനിയത്തി പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലായി അമ്മേ, ചേച്ചി പറയുന്നത് എന്താണെന്ന് അറിയാമോ, മറ്റേ ശാന്തി മുഹൂർത്തം ഇല്ലേ, ഫസ്റ്റ് നൈറ്റ്, അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് പറഞ്ഞു, ചേച്ചി അടിപൊളിയാക്കിക്കോ, ശാന്തി മുഹൂർത്തം അടിപൊളിയാക്കി മാറ്റണം കേട്ടോ, സെറ്റപ്പാക്കി മാറ്റണം, എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മയ്ക്ക് നാണം വന്നിട്ട് രേവതിയുടെ അമ്മ പറഞ്ഞു, ഈ പെണ്ണിൻ്റെ വായും പേയും, ഈ പെണ്ണിൻ്റെ നാക്കിങ്ങനെ ലഹളഹെന്ന് പറഞ്ഞ് കിടക്കാണല്ലോ, നീ മാറിപ്പൊടിയെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടോണ്ടേ നമ്മുടെ
രേവതിയുടെ അനിയത്തി മാളവിക മാറിപ്പോയിട്ടോ. അപ്പോഴേക്കും ഒരുപാട് സന്തോഷമായി ലക്ഷ്മിക്ക്. ലക്ഷ്മി പറഞ്ഞു, ആ മോളെ ഏതായാലും സത്യം പറയട്ടെ, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് അറിയാമോ? ഏതായാലും മോള് നോക്കിക്കോ, ഇനി എല്ലാ പ്രശ്നങ്ങളും മാറും. നിൻ്റെ അച്ചമ്മയില്ലേ, അച്ചമ്മ ആള് നല്ലൊരു സ്ത്രീ തന്നെയാണ്. ഏതായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അമ്മ ഇങ്ങനെ ഒരുപാട് സന്തോഷപ്പെടുത്തുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നമ്മുടെ രേവതി, അമ്മ എനിക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല, എനിക്കൊരു ചെറിയ പേടിയും എന്തോ പോലെയൊക്കെയാന്ന് പറയുമ്പം അതൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകും മോളെ. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഈ പേടി നാണവും ഒക്കെ ഉണ്ടാകണം ഈ ഒരു സമയത്ത്, അത് അതിൻ്റേതായ രീതിയിലൊക്കെ അങ്ങ് നടന്നോളും എന്നൊക്കെ പറഞ്ഞു. വന്നിട്ട് വലിയ സന്തോഷമായിട്ട് തന്നെ ഫോണും കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്, രേവതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കലാവതി അമ്മൂമ്മയുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം കലാവതിയുടെ അമ്മൂമ്മയുടെ കൂട്ടുകാർ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും തമാശയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. മോള് സുന്ദരിയായിട്ടുണ്ട്, മഹാലക്ഷ്മി ആയിട്ടുണ്ട്, ഇനി സച്ചിമോൻ വന്നാൽ മതിയല്ലോ, അവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാർ പറഞ്ഞപ്പോഴത്തേക്കും കലാവതി അമ്മൂമ്മ പറഞ്ഞു, അത് പെട്ടെന്ന് അവനിങ്ങ് വരുന്നേ, അവന് ഞാനിപ്പോൾ ഫോൺ വിളിച്ചായിരുന്നു, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കോളും. മോളേതായാലും ഒരു കാര്യം ചെയ്യുക, മണിയറേ ചെന്നിരിക്കുക, അല്ല പാലും പലഹാരങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും എന്ന് പറയുമ്പം കലാവതി അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദേ സച്ചി വരുന്ന താമസം, നമുക്ക് ഇവരെ മണിയറയിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി ആ വാതിൽ ലോക്ക് ചെയ്ത താമസമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് നാണം വന്നിട്ട് രേവതി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും പാറുവമ്മ പറഞ്ഞു, കണ്ടില്ലേ പെണ്ണിൻ്റെ ഒരു നാണം എന്ന് പറഞ്ഞപ്പം, എത്ര നാൾ കാത്തിരുന്നതാണ് ഞാൻ, ഇന്നെങ്കിലും ഇത് സഫലമായല്ലോ എന്ന് അച്ചമ്മയും പറഞ്ഞു. കുറേ നേരമായിട്ടും സച്ചിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചിനെ കാണാത്തത് കൊണ്ട് തന്നെ കലാവതി അമ്മൂമ്മ പറഞ്ഞു, ഇതെന്ത് പറ്റി, അവൻ ഇപ്പോൾ വരുവാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അവൻ ഉടനെ വരുമായിരിക്കും, ഞങ്ങൾ പോയേക്കാം, ഞങ്ങളിനി ചെക്കൻ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരാം, ഏതായാലും ആ ഒരു സമയത്ത് ഞങ്ങൾ ഏതായാലും വീട്ടിൽ പോവുക, കുറേ നേരം ആയില്ലേ എന്ന് പറഞ്ഞു. ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ ആരെയാ മഹേഷിനെ പോലീസ് പൊക്കുകയാണ്. അങ്ങനെ മഹേഷിൻ്റെ വണ്ടിയുടെ പെട്ടെന്ന് പോലീസ് വന്ന് കൈ നീട്ടി പിടിക്കുന്നു. ഏതായാലും പെട്ടിയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ചാവ് കിട്ടി അതിനകത്ത് നിന്ന്. ഏതായാലും കഞ്ചാവ് കിട്ടി. ഇവർ കഞ്ചാവ് എടുത്ത് നോക്കുന്ന ആ ഒരു സമയം കൊണ്ട് മഹേഷ് വണ്ടിയും കൊണ്ട് സ്ഥലം വിട്ടു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഗജാനന്ദൻ ഫോൺ ചെയ്ത് പോലീസിനെ വിവരം അറിയിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഗജാനന്ദൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കുന്നത്. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പുറകെ പോലീസും ഉണ്ട്. ലാസ്റ്റ് നമ്മുടെ മഹേഷ് നേരെ ചെന്ന് സച്ചിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. സച്ചി, ഇങ്ങനെയാടാ സംഭവം, എനിക്ക് പെട്ടുപോയിടാ, ഞാൻ എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ലടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇതെന്തോ ചതിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സഹിക്കുമോ കാറ് പിടിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, പേടിക്കുമൊന്നും വേണ്ട, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വായെടുത്തില്ല, അപ്പോഴേ പോലീസ് വന്ന് വണ്ടിയുടെ മുമ്പിലും ചാടി. പിന്നെ പറയാനുണ്ടോ, സച്ചി ഫോണിൽ കൂടെ എല്ലാം കേൾക്കുകയും ചെയ്തു കേട്ടോ. മഹേഷിനെ പോലീസ് വലിച്ച് പിടിച്ച് ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. സച്ചിയുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ലേ. സച്ചി വണ്ടി നിർത്താൻ പറഞ്ഞു. സച്ചി ബൈക്കിൽ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നല്ലോ, വണ്ടി നിർത്താൻ പറഞ്ഞു. കൂട്ടുകാരൻ വണ്ടി നിർത്തിയത് എന്താടാന്ന് ചോദിച്ചു. അതെ, എനിക്കിപ്പോൾ വീട്ടിലേക്കല്ല പോകേണ്ടത്, നീ പെട്ടെന്ന് എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കാൻ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് വരെയോ, അതും ഈ കോലത്തിലോ? സാരമില്ല, എന്നെ ഒന്ന് കൊണ്ടാക്ക്. അതെ, കുറച്ച് പ്രശ്നമുണ്ട്, എൻ്റെ വണ്ടി പോലീസ് പിടിച്ചു. വണ്ടി പോലീസ് പിടിച്ചെന്നോ? എന്തൊക്കെയോ ചതിയുണ്ട്, ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഞാൻ സഹിക്കില്ല. ശാന്തി മുഹൂർത്തം, കോപ്പ്, എല്ലാം കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. സച്ചിനെ കൊണ്ടുവിട്ടു കേട്ടോ കൂട്ടുകാരൻ. അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരനോട് സച്ചി പറഞ്ഞു, ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക, അച്ചമ്മയ്ക്ക് സങ്കടമാവും, എന്നെ കണ്ടില്ലെങ്കിൽ അവരെല്ലാവരും പേടിച്ചു പോവില്ലേ, നീ വീട്ടിൽ ചെന്ന് കാര്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിനെ കാത്തു നിൽക്കുകയാണ് അച്ചമ്മയും അതുപോലെ രേവതിയും ഒക്കെ. രേവതിക്കും അച്ചമ്മയ്ക്കും കാര്യം പിടികിട്ടിട്ടോ, താമസിക്കുന്നു. അപ്പം മനഃപൂർവ്വം സച്ചി മുങ്ങിയതാണെന്നാണ് ഓർക്കുന്നത്. അങ്ങനെ അച്ചമ്മ സച്ചിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുക, അവനിങ്ങ് വരട്ടെ, അവനല്ലെങ്കിലും എനിക്കറിയായിരുന്നു, മോളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവനെ വിടണ്ടായിരുന്നു, അവൻ്റെ ഓരോ പാവത്തം കരുതി അവനെ വിട്ടിട്ടല്ലേ ഇപ്പം അവൻ ഇതുവരെ വരാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അല്ലെങ്കിലും വേണ്ടായിരുന്നു അച്ചമ്മ, ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു, എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്നെ ഇഷ്ടമല്ല സത്യത്തിൽ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, എന്തിനാ വെറുതെ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതി വലിയ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരൻ കടന്നു വരുന്നത്. അങ്ങനെ കൂട്ടുകാരൻ കടന്നു വരുന്നു. കൂട്ടുകാരൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അതേ, വേറൊന്നുമല്ല സച്ചി വരാത്തത്,
വണ്ടിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ അങ്ങ് പോയി. രേവതി ആകെ മൊത്തം പേടിച്ചു പോയി, അച്ചമ്മയും പേടിച്ചു പോയി. അങ്ങനെ രേവതി പറഞ്ഞു, നമ്മൾ വെറുതെ ആയി പോയില്ലേ, നമ്മൾ വെറുതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ലേ, നമ്മൾ വെറുതെ അല്ലേ കുറ്റപ്പെടുത്തിയത്, എനിക്കിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പോകണമെന്നോ, മോൾ എന്താ ഈ പറയുന്നത്, അത് പിന്നെ ഞാനും കൂടെ ചെന്നില്ലെങ്കിൽ ആരാ രക്ഷിക്കുന്നത്, എനിക്ക് പോകണം, ഇല്ലെങ്കിൽ ശരിയാവില്ല, ഏതാന്നൊക്കെ അറിയണം, അല്ലെങ്കിൽ ശരിയാവില്ല അച്ചമ്മേ, എന്നെ വിടണം അച്ചമ്മേ, പ്ലീസ് അച്ചമ്മേ, എനിക്ക് സച്ചിയുടെ അടുത്ത് പോകണം എന്നിങ്ങനെ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് അച്ചമ്മ സമ്മതിച്ചു കേട്ടോ. എങ്കിൽ പിന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ലാസ്റ്റ് സമ്മതിച്ചു. നമ്മുടെ സച്ചി സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് നാളത്തെ വിശേഷം തീരാനാണ് ചാൻസ് കൂടുതൽ. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് വലിയ ബഹളമാവുകയാണ് കേട്ടോ. നമ്മുടെ ഗജാനന്ദൻ്റെ പണിയാണ് ഇതൊക്കെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി പുറകെ പോവുകയാണ്. അങ്ങനെ രേവതി പുറകെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോവുക, അവിടെ ഒരിക്കലും രേവതീനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രേവതീനെ സച്ചിനെ കാണിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് വലിച്ചഴച്ച് നമ്മുടെ രേവതീനെ വെളിയിൽ തള്ളുകയാണ്. അപ്പോൾ രേവതി ഒരു കണക്കിനാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നത്. ഇതിനിടയിലായിട്ട് ദേഷ്യം വന്നിട്ട് സച്ചി എന്താ ചെയ്തു, അവിടെ നിന്നൊരു പോലീസുകാരനിട്ട് അടിക്കുകയും ചെയ്തു. പോലീസുകാരൻ യൂണിഫോം അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാകുകയും ചെയ്തില്ല. അങ്ങനെ ഒരടി കൊടുത്തു. ആ അടി കൊടുത്തതും ആ പോലീസുകാരന് ദേഷ്യം വന്നു. പോലീസുകാരെ തിരിച്ച് തല്ലി അറിയാമല്ലോ. അവന്മാരെന്നാ ചെയ്ത താലങ്ങനും വേലങ്ങനും പോലീസുകാരെ അടിച്ച് ജയിലിനകത്ത് കയറ്റി ഇടുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ രേവതി കാണുകയും ചെയ്തു. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാറി നിലവിളിച്ച് രേവതി ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്തിനെ അഭയം പ്രാപിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തും നമ്മുടെ രേവതിയുടെ അനിയത്തിയും വരുന്നുണ്ട്. എന്നിട്ട് കുറേ ബഹുലമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അതൊക്കെ പതുക്കെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞ് ഇതിൻ്റെ ഒരു രസം പോലെ നാളെ ഏതായാലും നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുന്ന ആ ഒരു ഭാഗവും രേവതി മിക്കവാറും അച്ചമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗം കൊണ്ടൊക്കെ തീരാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതിനിടയിൽ ഗജാനന്ദൻ ആയിക്കോട്ടെ ആ ഒരു സ്ഥലം വിട്ടു പോവുകയാണ്. അവിടെ നിന്ന് ഗജാനന്ദൻ്റെ പേരിലൊന്നും വരാൻ പാടില്ല, അതുകൊണ്ട് അവിടെ നിന്ന് സ്ഥലമൊക്കെ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. ഗജാനന്ദൻ ഇപ്പോൾ അവിടെ ഇല്ല, വേറെ എവിടെയോ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കുക. അപ്പം രാവിലെ തന്നെ ഫുൾ വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.